അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു, ഗിഫാർ എന്ന ഗോത്രത്തിന്റെ നായകൻ അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു. മൗലാന അബുൽ ഹസൻ അലി അൽ ഹസനി അൻ-നദ്വി റഹ്മഹുല്ലാഹ് അദ്ദേഹം പറയുമായിരുന്നു, ഇസ്ലാം ഒന്നില്ലായിരുന്നുവെങ്കിൽ അബൂദർ ലോകം അറിയപ്പെട്ട കൊള്ളക്കാരനാകുമായിരുന്നു. അതായിരുന്നു അവരുടെ ജീവിതം. അബൂദർ റളിയല്ലാഹു അൻഹു തലമറച്ച് നാണം കൊണ്ട് തല താഴ്ത്തി തിരുനബിയുടെ മജ്‌ലിസിൽ നിന്ന് ഇറങ്ങിപ്പോരുമ്പോൾ സ്വഹാബികൾ ചോദിച്ചു, അബൂദറേ എന്താണിത്? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നെ ശാസിച്ചു, പ്രവാചകർ എന്നെ അല്പം കടുപ്പത്തിൽ എന്നോട് സംസാരിച്ചു. എന്തേ അതിന് കാരണം? മഹാനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു എന്ന തൊലി കറുത്തിരുന്ന എത്യോപ്യക്കാരനായിരുന്ന ഇസ്ലാമിന്റെ ആദ്യകാലങ്ങളിൽ അഹദ് 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 എന്ന് പറഞ്ഞ തൗഹീദിന്റെ ഉന്നതമായ ശബ്ദഘോഷം ചെയ്ത മഹാനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മയെ, ആ ഉമ്മ കറുത്തവളല്ലേ എന്നൊരു വാക്കുപയോഗിച്ചു അബൂദർ റളിയല്ലാഹു അൻഹു. സ്വഹാബികൾക്കിടയിൽ ചർച്ച നടക്കുമ്പോൾ അബൂദർ റളിയല്ലാഹു അൻഹു ഒരഭിപ്രായം പറഞ്ഞപ്പോൾ ആ അഭിപ്രായത്തെ ഖണ്ഡിക്കുകയാണ് മഹാനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു. അത് അബൂദർ എന്നവർക്ക് ഇഷ്ടമായില്ല. അടിമയായിരുന്ന ബിലാലേ യബ്ന സൗദാ, കറുത്തവളുടെ മോനെ എന്ന് ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു. അബൂദർ എന്നവര് അത് വിളിക്കാൻ പാടില്ലായിരുന്നു. കറുത്തവളുടെ മകനെ യബ്ന സൗദാ. പരാതിയുമായി ചെല്ലുന്നു. മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കപ്പെടാൻ ലോകത്ത് ആദ്യമായി ദസ്തൂർ ഉണ്ടാക്കിയ അഷ്റഫുൽ ഖൽഖിന്റെ കോടതിയിലേക്ക് പരാതിയുമായി ചെല്ലുന്നു. മനുഷ്യന് അടിസ്ഥാനവും മനുഷ്യന് അസ്തിത്വവും നേടിക്കൊടുത്ത പുണ്യ ഹബീബിന്റെ മജ്‌ലിസിലേക്ക് പരാതിയുമായി ഓടിച്ചെന്നത്, നാവുകൊണ്ടൊരു വാക്കുകൊണ്ട് പോലും ഒരു മനുഷ്യനെയും വേദനിപ്പിക്കരുത് എന്ന് പറഞ്ഞ ലോകത്തിന്റെ ഗുരുവിന്റെ മുമ്പിലേക്ക്, യാ റസൂലല്ലാഹ് ഇന്ന അബൂദർ അയ്യറനി ബി ഉമ്മി, നബിയേ ഈ അബൂദർ എന്റെ ഉമ്മയുടെ പേര് പറഞ്ഞ് എന്നെ അപമാനിച്ചു നബിയേ, എന്റെ ഉമ്മ കറുത്തവളാണെന്ന് പറഞ്ഞു. ഹബീബായ നബി തങ്ങൾ അബൂദർ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് ചോദിക്കുന്നു, അബൂദറേ ഇന്നക ഇംറുഉൻ ഫീക ജാഹിലിയ്യ, അബൂദറേ നിങ്ങളിൽ ഇപ്പോഴും ജാഹിലിയത്തിന്റെ സ്വഭാവമുണ്ടല്ലേ? അബൂദറേ നിങ്ങളിൽ ഇപ്പോഴും ജാഹിലിയത്തിന്റെ സ്വഭാവമുണ്ടല്ലേ? അത്രേ ചോദിച്ചുള്ളൂ. തല താഴ്ത്തി ഹബീബിന്റെ മുമ്പിൽ നിന്ന് ഇറങ്ങി വന്ന് അബൂദർ റളിയല്ലാഹു അൻഹു ചെയ്തത്, ഈ മാറ്റം നിങ്ങൾ ശ്രദ്ധിക്കണം. പകപോക്കുകയല്ല, റിവെഞ്ച് ചെയ്യുകയല്ല. മദീനയുടെ പ്രധാന വഴിയിൽ മലർന്നു കിടക്കുകയാണ് അബൂദർ റളിയല്ലാഹു അൻഹു. ആ വഴിയിലൂടെ ബിലാൽ റളിയല്ലാഹു അൻഹു കടന്നു വരാൻ, ബിലാൽ ഇബ്നു റബാഹ് തങ്ങൾ കടന്നു വരുമ്പോ ബിലാൽ തങ്ങളുടെ ഉമ്മയുടെ പേര് പറഞ്ഞ് ദേഷ്യത്തിൽ സംസാരിച്ചതിന് പകരം അത് പൊരുത്തപ്പെടിക്കാൻ, ബിലാലേ നിങ്ങളുടെ ആ കറുത്ത കാലുകൊണ്ട് എന്റെ വലത്തെ കവിളിൽ നിങ്ങൾ ചെരുപ്പ് കൊണ്ടൊന്ന് ചവിട്ടണേ, എന്റെ മനസ്സിന് സമാധാനം കിട്ടാനാണ്. നിങ്ങളെക്കാളും സുപ്പീരിയർ ആണ് ഞാനെന്ന് എന്റെ മനസ്സിൽ എവിടെയോ തോന്നിയ ജാഹിലിയത്ത് എന്നിൽ നിന്ന് ഇല്ലായ്മ ചെയ്യാൻ നിങ്ങളുടെ കാലുകൊണ്ട് എന്റെ കവിളിലൊന്ന് ചവിട്ടുമോ? അപ്പോഴാണ് കൈഫ അത്ഉ അലാ വജ്ഹിൻ ത്വലമാ സജദ ലില്ലാഹ്, അല്ലാഹുവിന് സുജൂദ് ചെയ്ത ഒരു മുഖത്ത് ഞാൻ എന്റെ കാലുകൊണ്ട് ചവിട്ടുകയോ? അബൂദറേ എന്താ നിങ്ങൾ ഈ പറയുന്നത്? എഴുന്നേൽക്കിൻ, നിങ്ങൾ എന്റെ സഹോദരനാണ്, അൻത അഖീ ഫില്ലാഹ് എന്ന് പറഞ്ഞ് ആലിംഗനം ചെയ്ത് കണ്ണുനീർ വാർക്കുന്ന ഈ രണ്ട് മനസ്സുകളെ വാർത്തെടുത്തത് 23 കൊല്ലത്തിന്റെ ഹബീബിന്റെ ദഅവത്താണ്. ഈ മാറ്റം ലോകത്ത് സാധ്യമാക്കിയ ഏത് പരിഷ്കർത്താവ് ലോകത്തുണ്ട്? ഏത് വിപ്ലവകാരി ലോകത്തുണ്ട്?